ഓഹോ, നിത്യയോ? നീ എങ്ങനെയാണ് ഈ ഗ്ലോബൽ സമ്മിറ്റിൽ കയറിപ്പറ്റിയത്? നിന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് ഈ വലിയ കോൺഫറൻസ് ഹാളിലേക്ക് പ്രവേശനം തന്ന സെക്യൂരിറ്റിക്കാർ കണ്ണുപൊട്ടനാണോ? ആകാശിന്റെ ആ പുച്ഛം നിറഞ്ഞ വാക്കുകൾ ആ കൺവെൻഷൻ സെന്ററിന്റെ കോണുകളിൽ പ്രതിധ്വനിച്ചു. ചുറ്റുമുണ്ടായിരുന്ന വൻകിട വ്യവസായികളായ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അവളെ ഒന്ന് പരിഹസിച്ച ആ സന്തോഷത്തിൽ ആകാശ് ഒരു കണക്കിന് വിജയം വരിച്ചവനെ പോലെ നിന്നു. അന്ന് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഭീമാകാരമായ കൺവെൻഷൻ സെന്റർ അങ്ങേയറ്റം തിരക്ക് പിടിച്ചതായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ വ്യവസായികളും കോടീശ്വരന്മാരായ സംരംഭകരും വലിയ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാപകരൊക്കെ ആ സംഗമത്തിലെത്തിയിരുന്നു. ആ വലിയ ഹാളിന്റെ ഓരോ കോണിലും സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പ്രൗഢി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ മിന്നുന്ന ആഡംബരത്തിനിടയിലൂടെ ആകാശ് എന്ന യുവാവ് തികഞ്ഞ അഹങ്കാരത്തോടെയും ഗമയോടെയും നടന്നു നീങ്ങുകയായിരുന്നു. ആധുനിക ഫാഷനിലുള്ള വില കൂടിയ ഇറ്റാലിയൻ സ്യൂട്ട് ധരിച്ചിരുന്നു അവൻ. കൈകളിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒറിജിനൽ റോളക്സ് വാച്ച് തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. താൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കയറിക്കൂടിയ ഈ ഉന്നത ലോകത്തിൽ താനാണ് ഏറ്റവും വലിയവനെന്നൊരു ഭാവം അവന്റെ ഓരോ ചുവടിലും പ്രകടമായിരുന്നു. ന്യായമായ കഠിനാധ്വാനത്തിലൂടെയല്ല, മറിച്ച് പണത്തോടുള്ള അടങ്ങാത്ത ആർത്തിയും എങ്ങനെയെങ്കിലും കുറുക്കുവഴികളിലൂടെ മുന്നിലെത്തണമെന്ന ദുരാഗ്രഹവും കാരണമാണ് അവൻ ആ പദവിയിലെത്തിയത്. വലിയൊരു കോർപ്പറേറ്റ് കമ്പനി ഡയറക്ടറുടെ സ്വാധീനവും പിന്തുണയും മാത്രം കൈമുതലായുള്ള അവൻ തന്റെ കമ്പനിയുടെ പുതിയ ഡയറക്ടർ പദവി അലങ്കരിച്ചതിന്റെ തിളക്കത്തിലായിരുന്നു. ചുറ്റുമുള്ളവരെല്ലാം തന്നേക്കാൾ താഴെയുള്ളവരാണെന്ന ഒരു മനോഭാവം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ മുഴുവൻ. ആ വലിയ സമ്മിറ്റിൽ അതിവിശിഷ്ട വ്യക്തികൾക്കും VIP-കൾക്കുമായി മുൻനിരയിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നു. ആ ആഡംബര അന്തരീക്ഷത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു സാധാരണ കോട്ടൺ ചുരിദാർ മാത്രം ധരിച്ച് കഴുത്തിൽ സമ്മിറ്റിന്റെ തിരിച്ചറിയൽ കാർഡും കയ്യിലൊരു പ്രൊജക്ട് ഫയലുമായി നിൽക്കുന്ന നിത്യയെ ആകാശ് പെട്ടെന്ന് ശ്രദ്ധിച്ചു. പഴയ കാലത്തെ ഓർമ്മകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയെങ്കിലും ഇന്നത്തെ തന്റെ വലിയ കോർപ്പറേറ്റ് പദവിയുടെ മുമ്പിൽ അവളെയൊക്കെ അവൻ വളരെ നിസ്സാരമായി കണ്ടു. തന്റെ കൂടെയുണ്ടായിരുന്ന വൻകിട വ്യവസായികളായ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അവളെ ഒന്ന് പരിഹസിക്കണമെന്ന ഉദ്ദേശത്തോടെ അവൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു. നിത്യയെ കണ്ട ഭാവത്തിൽ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവൻ സംഭാഷണം ആരംഭിച്ചു. ഓഹോ, നിത്യയോ? നീ എങ്ങനെയാണ് ഈ ഗ്ലോബൽ സമ്മിറ്റിൽ കയറിപ്പറ്റിയത്? നിന്നെ പോലെയുള്ള സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിക്ക് ഇത് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. നിന്നെ പോലെയുള്ള പാവങ്ങൾക്ക് ഇവിടേക്ക് വരാൻ എന്താണ് കാര്യം? അതോ ഇവിടെ വല്ല ഹോൾ വൃത്തിയാക്കാനോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അസിസ്റ്റന്റിന്റെ തുച്ഛമായ ജോലിക്കോ വന്നതാണോ നീ? അവന്റെ വാക്കുകളിൽ അങ്ങേയറ്റത്തെ പരിഹാസവും പുച്ഛവും തുളുമ്പി നിന്നിരുന്നു. എന്നാൽ നിത്യയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൾ ഒട്ടും പതറാതെ അങ്ങേയറ്റം ശാന്തമായ മുഖഭാവത്തോടെ അവന്റെ നേരെ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. എനിക്ക് ഇവിടെ ഔദ്യോഗികമായി ഒരു ജോലിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൃത്യസമയത്ത് ഇവിടെ എത്തിയത്. നിത്യയുടെ ആ ശാന്തമായ മറുപടി കേട്ടപ്പോൾ ആകാശിന്റെ അഹങ്കാരം ഇരട്ടിക്കുകയാണ് ചെയ്തത്. അവൻ കൂടുതൽ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് അവളെ സദസ്സിന് മുന്നിൽ വെച്ച് വീണ്ടും അപമാനിച്ചു. ജോലിയോ? നിനക്കോ ജോലി? നിന്റെ യോഗ്യതക്ക് ഒരു പരിധിയുണ്ട് നിത്യ. ഇവിടെ ഇരിക്കുന്നവരുടെ ബിസിനസ് നെറ്റ്വർക്കും ആസ്തിയും എത്രയാണെന്ന് നിനക്ക് വല്ല ധാരണയുമുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പലപ്പോഴും ബുദ്ധിമുട്ടുന്ന നിന്നെ പോലെയുള്ളവർ ഇങ്ങനെയൊരു VIP വേദിയിലേക്ക് വന്നത് വലിയൊരു അബദ്ധമാണ്. ദയവായി ഉടൻ തന്നെ ഇവിടെ നിന്ന് പുറത്തു പോകൂ. നിന്നെ പോലുള്ളവർ ഇവിടെ നിൽക്കുന്നത് തന്നെ ഞങ്ങൾക്ക് അപമാനകരമാണ്. നിത്യ അപ്പോഴും ഒട്ടും പ്രകോപിതയായില്ല. അവൾ ആകാശിന്റെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ, യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ, ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ശാന്തമായി മാറി ഒരു വശത്തേക്ക് മാറി നിന്നു. തന്നെ കണ്ട് ഭയന്നു പോകുമെന്ന് അവൻ കരുതിയെങ്കിലും അവളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ നിൽക്കാൻ അവൻ പാടുപെട്ടു. താൻ കാരണം ആ പെൺകുട്ടി അന്ന് അപമാനിക്കപ്പെട്ടു എന്ന് കരുതി ആകാശ് വിജയം വരിച്ചവനെ പോലെ തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് തിരികെ നടന്നു. എന്നാൽ അന്നവൻ പൂർണ്ണമായി മറന്നുപോയ ഒരു സത്യമുണ്ടായിരുന്നു. ഇന്നത്തെ ഈ കോർപ്പറേറ്റ് പദവിയിൽ താൻ നിൽക്കുന്നത് പോലെ തന്നെ 5 വർഷം മുമ്പ് ആകാശ് ഈ നിലയിലായിരുന്നില്ലെന്ന ആ വലിയ യാഥാർത്ഥ്യം അവൻ ആ നിമിഷം പൂർണ്ണമായും വിസ്മരിച്ചിരുന്നു. താൻ ചെയ്ത ആ ക്രൂരതകൾക്കും അപമാനങ്ങൾക്കുമുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ടെന്ന് അന്നവൻ അറിഞ്ഞിരുന്നില്ല. 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലം ഇന്നത്തെ ഈ ആർഭാടങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്ന് ആകാശ് ഒരു വലിയ കോർപ്പറേറ്റ് ഡയറക്ടറോ കോടീശ്വരനോ ഒന്നും ആയിരുന്നില്ല. നഗരത്തിലെ ഭ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയ പ്രൈവറ്റ് സ്ഥാപനത്തിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ യുവാവ് മാത്രമായിരുന്നു അവൻ. ബാങ്ക് ബാലൻസോ ആഡംബര കാറുകളോ ഒന്നും അവന്റെ കൈവശമുണ്ടായിരുന്നില്ലെങ്കിലും അവന്റെ മനസ്സിൽ മാത്രം വലിയൊരു ലോകമുണ്ടായിരുന്നു. എന്നാൽ ആ വലിയ ലോകത്തേക്ക് എത്തിച്ചേരാൻ അവൻ തിരഞ്ഞെടുത്ത വഴികളായിരുന്നു തെറ്റായവ.
കഠിനാധ്വാനത്തിലൂടെയും വിയർപ്പൊഴുക്കിയുള്ള പ്രയത്നത്തിലൂടെയും ജീവിതത്തിൽ മുന്നേറണമെന്ന ചിന്ത അവനിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ കുറവായിരുന്നു. മറിച്ച് കഠിനാധ്വാനം ചെയ്യുന്നവരെ നോക്കി പുച്ഛിക്കുകയും എങ്ങനെയെങ്കിലും കുറുക്കുവഴികളിലൂടെ ജീവിതത്തിൽ പെട്ടെന്ന് വലിയ ആളാകണം, ധാരാളം പണം സമ്പാദിക്കണം, ആഡംബരങ്ങൾ നിറഞ്ഞ ജീവിതം സ്വന്തമാക്കണം എന്ന അത്യാഗ്രഹങ്ങൾ മാത്രമായിരുന്നു അവന്റെ മനസ്സ് നിറയെ. ഓഫീസിൽ തനിക്ക് പ്രൊമോഷൻ കിട്ടാൻ ആരെയൊക്കെ സ്വാധീനിക്കണം, ആരുടെയൊക്കെ കൂടെ കൂടിയാൽ ലക്ഷ്യത്തിലെത്താം എന്ന കണക്കുകൂട്ടലുകൾ മാത്രമായിരുന്നു അവന്റെ പതിവ് ശൈലി. ഇതിന് നേരെ തികച്ചും വിപരീതമായ ഒരു ജീവിത സാഹചര്യത്തിലായിരുന്നു നിത്യ ജീവിച്ചിരുന്നത്. അന്ന് അവളുടെ ജീവിതം ദാരിദ്ര്യത്തിന്റെയും പ്രയാസങ്ങളുടെയും വലിയൊരു കടലായിരുന്നു. എങ്കിലും ആ ദാരിദ്ര്യം അവളുടെ വലിയ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും ഒരിക്കലും തളർത്തിയിരുന്നില്ല. അവളുടെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ആ പെൺകുട്ടിയുടെ ചെറിയ ചുമലുകളിലായിരുന്നു. അവളുടെ അച്ഛന് നഗരത്തിന്റെ ഒരു മൂലയിൽ വളരെ ചെറിയൊരു തയ്യൽ കട മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു ആ കുടുംബത്തിന്റെ അന്നന്നത്തെ അന്നം കഴിഞ്ഞിരുന്നത്. അതിനിടയിൽ അമ്മയ്ക്ക് ഇടയ്ക്കിടെ ഗുരുതരമായ അസുഖങ്ങളും വന്നു ചേരുമായിരുന്നു. ആശുപത്രി ചികിത്സക്കും മരുന്നുകൾക്കുമായി ആ ചെറിയ വരുമാനത്തിന്റെ സിംഹഭാഗവും ചെലവഴിക്കേണ്ടി വന്നു. എന്നിട്ടും നിത്യ ഒരിക്കലും തളർന്നു പോയില്ല. സ്വന്തം പ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സമൂഹത്തിൽ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ ആർക്കിടെക്റ്റ് ആകുക എന്നതായിരുന്നു അവളുടെ ജീവശ്വാസം. അതിനായി അവൾ കഠിനമായി പരിശ്രമിച്ചു. പുലർച്ചെ 4 മണിക്ക് ഉറക്കമുണരുന്ന അവൾ വീടിന്റെ മുഴുവൻ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യും. അമ്മക്ക് ആവശ്യമായ ഔഷധങ്ങളും ഭക്ഷണവും ഒരുക്കി നൽകിയ ശേഷം കിട്ടുന്ന ചെറിയ ഒഴിവു ദിവസങ്ങളിൽ തന്റെ കരിയറിനായുള്ള വരകളും പ്ലാനുകളും അവൾ തയ്യാറാക്കും. കഷ്ടപ്പാടുകൾക്കിടയിലും തളരാത്ത അവളുടെ ആത്മവിശ്വാസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അങ്ങനെയിരിക്കെയാണ് വിധി അവരെ പരസ്പരം കണ്ടുമുട്ടിച്ചത്. അന്നൊരു കനത്ത മഴയുള്ള സായാഹ്നമായിരുന്നു. പതിവ് പോലെ ഓഫീസിലെ ജോലികൾ കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയായിരുന്നു ആകാശ്. അന്ന് അവന്റെ ബൈക്കിന്റെ ടയർ പഞ്ചറായതു കാരണം അവൻ കടുത്ത നിരാശയിലും ദേഷ്യത്തിലും ബസ് സ്റ്റാൻഡിൽ അഭയം തേടിയിരുന്നു. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്തു നിന്നും ജോലിയും പഠനവും കഴിഞ്ഞ് ബസ്സിനായി കാത്തു നിൽക്കുകയായിരുന്നു നിത്യയും. ആ മഴയത്ത് നനയാതിരിക്കാൻ അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു ആർക്കിടെക്ചറൽ ഡിസൈൻ ഫയലും പുസ്തകങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. യാദൃശ്ചികമായി ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ണുകൾ തമ്മിൽ ഉടക്കിയ ആ കൂടിക്കാഴ്ച പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു. ബസ് വൈകുന്നതിനെ കുറിച്ച് ആകാശ് തുടങ്ങിയ ചെറിയൊരു സംഭാഷണം പിന്നീട് അവരുടെ നിത്യേനയുള്ള സൗഹൃദത്തിലേക്ക് വളർന്നു. ആ ദിവസങ്ങൾക്ക് ശേഷം അവർ സ്ഥിരമായി ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാൻ തുടങ്ങി. നിത്യയുടെ ലാളിത്യവും അവളുടെ സംസാരത്തിലെ സത്യസന്ധതയും എന്തു പ്രതിസന്ധി വന്നാലും തളരാത്ത അവളുടെ ആത്മവിശ്വാസവും ആകാശിനെ വല്ലാതെ ആകർഷിച്ചു. അന്ന് ആകാശിന്റെ മനസ്സിലുണ്ടായിരുന്ന നിരാശകളെയും കുറുക്കുവഴി ചിന്തകളെയും മാറ്റാൻ നിത്യയുടെ വാക്കുകൾക്ക് കഴിഞ്ഞിരുന്നു. പണം ഇന്ന് വരും, നാളെ പോകും, പക്ഷേ നമ്മുടെ കഴിവും സത്യസന്ധതയുമാണ് നമ്മെ നിലനിർത്തുന്നത് എന്ന് അവൾ പലപ്പോഴും അവനോട് പറയുമായിരുന്നു. ആ വാക്കുകൾ കേട്ട് ആകാശ് ഒരു നിമിഷം ചിന്തിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ആ സൗഹൃദം വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു ആത്മബന്ധമായി മാറി. അന്നവർ പരസ്പരം ശക്തമായൊരു ഉറപ്പ് നൽകിയിരുന്നു. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും കഷ്ടപ്പാടുകൾ വന്നാലും പരസ്പരം കൈവിടില്ലെന്നും എന്നും നിഴൽ പോലെ ഒപ്പമുണ്ടാകുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. എന്നാൽ ആ വാഗ്ദാനങ്ങൾക്കൊക്കെയും അപ്പുറത്ത് പണത്തോടുള്ള ആകാശിന്റെ പഴയ അത്യാഗ്രഹം പതിയെ വീണ്ടും തലപ്പൊക്കാൻ തുടങ്ങിയിരുന്നുവെന്ന സത്യം മാത്രം അന്ന് നിത്യ അറിഞ്ഞിരുന്നില്ല. എന്നാൽ കാലം കടന്നുപോയതിനൊപ്പം മനുഷ്യരുടെ മനസ്സുകളും മാറിമറിയാൻ തുടങ്ങിയിരുന്നു. അങ്ങേയറ്റം ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും മുന്നോട്ടു പോയിരുന്ന ആ ബന്ധത്തിൽ പതിയെ വിള്ളലുകൾ വീണു തുടങ്ങി. ആകാശിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആർത്തിയും ഭൗതിക മോഹങ്ങളും വീണ്ടും ശക്തി പ്രാപിക്കുകയായിരുന്നു. ചെറിയൊരു ജോലിയിൽ നിന്നും മെല്ലെ മെല്ലെ വലിയ കോർപ്പറേറ്റ് ലോകത്തേക്ക് പ്രവേശനം ലഭിച്ചതോടുകൂടി അവന്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ആകെ മാറിപ്പോയി. കഷ്ടപ്പാടുകളെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും അവൻ മുമ്പ് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളെല്ലാം കേവലം കാറ്റിൽ പറന്നുപോയ വാക്കുകൾ മാത്രമായി മാറി. അവന് വേണ്ടത് വലിയ പണവും ആഡംബര കാറുകളും സമൂഹത്തിൽ വലിയൊരു നിലവാരമുള്ള ജീവിതവും മാത്രമായിരുന്നു. നിത്യയോടുള്ള സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് വളരുമോ എന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയോടൊപ്പം ജീവിതം പങ്കിട്ടാൽ താൻ ഉദ്ദേശിക്കുന്ന ആഡംബരങ്ങളിലേക്ക് എത്താൻ കഴിയില്ലെന്ന ക്രൂരമായ തിരിച്ചറിവ് അവന്റെ ഉള്ളിൽ ശക്തമായി വേരൂന്നാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് ആകാശിന്റെ ജീവിതത്തിൽ നിർണായകമായ ആ വഴിത്തിരിവുണ്ടാകുന്നത്. നഗരത്തിലെ പ്രമുഖമായ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിലെ ഉന്നതനായ ഒരു ഡയറക്ടറുടെ സ്വാധീനവും പിന്തുണയും അവന് അപ്രതീക്ഷിതമായി ലഭിക്കുകയുണ്ടായി. ആ കമ്പനിയിലെ വലിയൊരു പദവിയും അതിലൂടെ ലഭിക്കുന്ന കോടികളുടെ ആസ്തിയും ആഡംബരങ്ങളും അവന്റെ മുന്നിലേക്ക് വഴിവെട്ടി തുറക്കപ്പെട്ടു. പക്ഷേ ആ ഉന്നത പദവിയിലേക്ക് എത്തുന്നതിന് ഡയറക്ടർ അവന്റെ മുന്നിൽ ഒരു നിബന്ധന വെച്ചിരുന്നു.
പഴയകാല ബന്ധങ്ങളും കൂടിച്ചേരലുകളുമെല്ലാം ഉപേക്ഷിച്ച് തികച്ചും സ്വാർത്ഥമായ ഒരു കോർപ്പറേറ്റ് ജീവിതശൈലിയിലേക്ക് അവൻ മാറണം. ആ ഒരൊറ്റ ഓഫറിന് മുന്നിൽ വർഷങ്ങളോളം തനിക്കൊപ്പം നിന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ തണലായിരുന്ന ആത്മാർത്ഥ സുഹൃത്തിനെ മറക്കാൻ അവൻ ഒട്ടും മടിച്ചില്ല. തന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാക്കുമെന്ന് കരുതി തന്നെ അളവറ്റ് സ്നേഹിച്ച ആ പെൺകുട്ടിയെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാൻ അവൻ ആ നിമിഷം തന്നെ മനസ്സുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം നഗരത്തിലെ തിരക്കേറിയ ഒരു കോഫി ഷോപ്പിലേക്ക് നിത്യയെ അവൻ ഫോൺ ചെയ്തു വരുത്തി. അന്ന് രാവിലെ മുതൽ മനസ്സിൽ വലിയൊരു സന്തോഷവുമായിട്ടാണ് അവൾ ആ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. ആകാശിന്റെ പുതിയ കരിയർ വളർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിച്ച അവൾ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയ ചെറിയൊരു സമ്മാനവും അവന്റെ പ്രിയപ്പെട്ട ചില മധുര പലഹാരങ്ങളും ഒരു ചെറിയ പാത്രത്തിലാക്കി സ്നേഹത്തോടെ കരുതിയിരുന്നു. കോഫി ഷോപ്പിൽ എത്തിയ ഉടൻ തന്നെ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൾ ആ സമ്മാനങ്ങൾ അവന്റെ മുന്നിലേക്ക് നീട്ടിവെച്ചു. എന്നാൽ അതൊന്നും കാണാനോ സ്വീകരിക്കാനോ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ. പകരം ദേഷ്യവും പുച്ഛവും നിറഞ്ഞ മുഖത്തോടെ അവൻ ആ സമ്മാന പൊതിയെയും ഭക്ഷണപാത്രത്തെയും തട്ടി താഴെയിട്ടു. ആ പെട്ടെന്നുള്ള പെരുമാറ്റം കണ്ട് ഞെട്ടിപ്പോയ നിത്യ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. അവളുടെ കണ്ണുകളിൽ ആശങ്കയും ഭയവും ഒരുപോലെ നിറഞ്ഞു നിന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാതൊരു ദയവുമില്ലാതെ ആകാശ് ക്രൂരമായ ആ വാക്കുകൾ ഉച്ചരിച്ചു. സാധാരണക്കാരായ ആളുകളുടെ കൂടെ കൂട്ടുകൂടിയാൽ എന്റെ ജീവിതം തകർന്നടിയും. എനിക്ക് വലിയ കോർപ്പറേറ്റ് പദവിയും ആഡംബര ജീവിതവുമാണ് പ്രധാനം. നിന്നെ പോലെയുള്ള ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയിണക്കാൻ എനിക്ക് കഴിയുകയുമില്ല. ദയവായി ഇനി ഒരിക്കലും എന്റെ വഴിയിൽ വരരുത്. ആ വാക്കുകൾ ഒരു ഇടിവെട്ടേറ്റതുപോലെയാണ് നിത്യയുടെ നെഞ്ചിൽ വന്നു പതിച്ചത്. താൻ വിശ്വസിച്ച, താൻ സ്നേഹിച്ച കൂട്ടുകാരൻ ഇത്രത്തോളം ക്രൂരനായി തന്നെ തള്ളിപ്പറയുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. താൻ ഒരിക്കലും അവന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ അവൾ കരുതിയിട്ടുമില്ല. എന്നിട്ടും അവൻ ഇങ്ങനെ തള്ളിപ്പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എങ്കിലും അവിടെ വെച്ച് പൊട്ടിക്കരയാനോ തന്റെ സങ്കടം മുന്നിൽ നിൽക്കുന്ന ആ സ്വർത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനോ അവൾ തയ്യാറായില്ല. തന്റെ ആത്മാഭിമാനത്തെ അവൾ ആ നിമിഷം മുറുകെ പിടിച്ചു. യാതൊരു മറുപടിയും പറയാതെ തലകുനിക്കാതെ വളരെ ശാന്തമായി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. തിരിഞ്ഞു പോലും നോക്കാതെ തന്റെ വിജയത്തിലേക്ക് അവൾ ആ നിമിഷം പുതിയൊരു ചുവടുവെപ്പ് നടത്തുകയായിരുന്നു. ആ അപമാനവും ചതിയും നിത്യയുടെ ജീവിതത്തിൽ വലിയൊരു തീയായി മാറുകയായിരുന്നു. എന്നാൽ അവൾ ആ സങ്കടത്തെ തളർച്ചയായി കണ്ടില്ല. മറിച്ച് തന്റെ കഠിനാധ്വാനത്തിനുള്ള ഏറ്റവും വലിയ ഊർജമാക്കി മാറ്റുകയാണ് ചെയ്തത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവൾ തന്റെ ആർക്കിടെക്ചർ ജോലികളിലും ഡിസൈനുകളിലും പൂർണ്ണമായി മുഴുകി. കിട്ടുന്ന ഓരോ അവസരങ്ങളെയും അവൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആകാശ് കുറുക്കുവഴികളിലൂടെയും മറ്റുള്ളവരുടെ സ്വാധീനത്തിലൂടെയും കോർപ്പറേറ്റ് പദവികൾ നേടിയെടുത്ത അതേ നഗരത്തിൽ നിത്യ സ്വന്തം വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു പ്രമുഖ ആർക്കിടെക്ചറൽ സ്ഥാപനത്തിന്റെ സ്ഥാപകയും ലോകമറിയപ്പെടുന്ന പ്രശസ്തമായ സംരംഭകയുമായി വളരെ ഉന്നത നിലയിലേക്ക് വളർന്നുയർന്നു. അപമാനിച്ചവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് അവൾ തന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തു. ആ കൺവെൻഷൻ സെന്ററിലെ അന്തരീക്ഷം അങ്ങേയറ്റം ആവേശഭരിതവും ആർഭാടപൂർണവുമായിരുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രമുഖ വ്യവസായ പ്രമുഖരും കോടീശ്വരന്മാരായ ബിസിനസ് നിക്ഷേപകരും വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ ഡയറക്ടർമാരുമെല്ലാം ആ വലിയ ഹാളിൽ ഒത്തുകൂടിയിരുന്നു. ആ വർഷത്തെ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റിലെ ഏറ്റവും നിർണായകവും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതുമായ ആ നിമിഷം ഒടുവിൽ എത്തിച്ചേർന്നു. ആ വർഷത്തെ ഏറ്റവും മികച്ച യുവ സംരംഭകർക്കുള്ള പുരസ്കാരവും ഈ സമ്മിറ്റിലെ മുഖ്യ കീനോട്ട് സ്പീക്കറുമായി വേദിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കപ്പെട്ടത് മറ്റാരെയുമായിരുന്നില്ല, സാക്ഷാൽ നിത്യയെ ആയിരുന്നു. തന്റേതായ കഠിനാധ്വാനത്തിലൂടെ മാത്രം ഉയർന്നുവന്ന ഒരു പ്രമുഖ ആർക്കിടെക്ചറൽ സ്ഥാപനത്തിന്റെ സ്ഥാപക എന്ന നിലയിലും ബിസിനസ് ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു യുവ സംരംഭക എന്ന നിലയിലുമാണ് അവളെ ആ ഉയർന്ന ആദരവ് തേടിയെത്തിയത്. ലോക പ്രശസ്തരായ ആ വൻകിട അതിഥികൾക്ക് മുന്നിലേക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും രാജകീയമായ പ്രൗഢിയോടെയും നിത്യവേദിയിലേക്ക് പതുക്കെ കടന്നു വന്നു. അവൾ ധരിച്ചിരുന്ന ലളിതവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമായ വേഷവിധാനവും മുഖത്തുണ്ടായിരുന്ന ശാന്തമായ പുഞ്ചിരിയും ആ ഹാളിലുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. സദസ്സിനെ അഭിമുഖീകരിച്ച് മൈക്കിന് മുന്നിലേക്ക് അവൾ എത്തിയ ആ നിമിഷം ആ വലിയ ഹാൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ കയ്യടികളിൽ മുഖരിതമായി. എന്നാൽ സദസ്സിന്റെ മുൻനിരയിൽ VIP അതിഥികൾക്കായി ഒരുക്കിയിരുന്ന പ്രത്യേക ഇരിപ്പിടത്തിലിരുന്ന ആകാശിന്റെ കണ്ണുകൾ ഭയം കൊണ്ടും അവിശ്വാസം കൊണ്ടും തള്ളിപ്പോയി. അവൻ ഇരുന്നിടത്ത് നിന്ന് ഞെട്ടിപ്പോയി. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രം ഹാളിലെ ഇടവഴികളിൽ വെച്ച് താൻ കണ്ടുമുട്ടുകയും ദരിദ്രയെന്നും സാധാരണക്കാരിയാണെന്നും പറഞ്ഞ് യാതൊരു ദയവുമില്ലാതെ പുച്ഛിച്ചു തള്ളുകയും ചെയ്ത അതേ പെൺകുട്ടി തന്നെയാണ് ഇന്ന് ഈ ലോകോത്തര സമ്മിറ്റിൽ മുഴുവൻ വ്യവസായ പ്രമുഖരുടെയും മുന്നിൽ മുഖ്യാതിഥിയായി കീനോട്ട് സ്പീക്കറായി തലയുയർത്തി നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. തന്റെ നെഞ്ചിൽ എന്തോ ഒരു വലിയ ഭാരം ഇടിമിന്നൽ പോലെ വന്നു പതിച്ചതുപോലെ ആകാശിന് തോന്നി. അവന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങിയിരുന്നു.
ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും പ്രസംഗങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം സമ്മിറ്റിലെ പ്രധാനപ്പെട്ട ബിസിനസ് ചർച്ചകളും മീറ്റിംഗുകളും ആരംഭിക്കുകയുണ്ടായി. അന്ന് ആകാശിന്റെ കമ്പനിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ ഉന്നതനായ കോർപ്പറേറ്റ് ഡയറക്ടർ നേരിട്ട് നിത്യയെ പരിചയപ്പെടാനും അഭിനന്ദിക്കാനുമായി വേദിക്ക് പിന്നിലെ VIP ലോഞ്ചിലേക്ക് എത്തിച്ചേർന്നു. തന്റെ കമ്പനിയുടെ പുതിയ ഡയറക്ടറായ ആകാശിനെയും കൂടെ കൂട്ടിയാണ് ആ ഡയറക്ടർ ആ വലിയ വിജയത്തിന്റെ ഉടമയായ നിത്യയുടെ അടുത്തേക്ക് എത്തിയത്. തന്റെ അടുത്തേക്ക് വിറയലോടെയും അസ്വസ്ഥതയോടെയും വലിഞ്ഞു നടന്നു വരുന്ന ആകാശിനെ ഡയറക്ടർ അപ്പോൾ യാതൊരു കാര്യവും അറിയാതെ നിത്യക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആ ഉന്നതനായ ഡയറക്ടർ തികഞ്ഞ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി നിത്യയോട് പറഞ്ഞു, മാഡം, താങ്കളുടെ ഈ വിപ്ലവകരമായ വിജയത്തിന് ഞങ്ങളുടെ കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ ഡയറക്ടർ ആകാശ്. നമ്മളുടെ ഈ പുതിയ പ്രൊജക്ടുകളുടെ മുന്നേറ്റത്തിൽ ഇവനും താങ്കളുമായി ചില ഔദ്യോഗിക ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ആ ഡയറക്ടർ പറഞ്ഞു നിർത്തിയ ആ നിമിഷം ആ അന്തരീക്ഷം മൊത്തം ഒരു നിമിഷത്തേക്ക് പൂർണ്ണമായും നിശ്ചലമായി പോയതുപോലെ ആകാശിന് തോന്നി. താൻ ചതച്ചിരക്ക നോക്കിയ, താൻ പുച്ഛിച്ചൊഴിവാക്കിയ പഴയകാല സുഹൃത്തായ നിത്യയുടെ മുന്നിൽ തന്നെ അവളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അവളുടെ ബിസിനസ് പങ്കാളിയാകേണ്ടതോ ആയ ഒരു വലിയ അവസ്ഥയിലേക്ക് താൻ തന്നെ വന്നു പെട്ടിരിക്കുന്നു എന്ന സത്യം ആകാശിനെ അങ്ങേയറ്റം മാനസികമായി തകർത്തെറിഞ്ഞു. അവന്റെ തൊണ്ട വരണ്ടുണങ്ങി. വായ തുറന്ന് ഒരക്ഷരം പോലും ഉരിയിടാൻ കഴിയാത്ത വിധം അവൻ നിത്യയുടെ മുന്നിൽ പൂർണ്ണമായും നിസ്സഹായനായി തലകുനിച്ച് നിന്നുപോയി. ആ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റിന്റെ VIP ലോഞ്ചിലും സദസ്സിന്റെ മുൻനിരയിലുമായി തടിച്ചുകൂടിയിരുന്ന പ്രമുഖരായ വ്യവസായ പ്രമുഖരുടെയും കോടീശ്വരന്മാരുടെയും മുന്നിൽ വെച്ചായിരുന്നു ആ അവിസ്മരണീയമായ കൂടിക്കാഴ്ച നടന്നത്. കമ്പനിയുടെ ഉന്നതനായ ആ കോർപ്പറേറ്റ് ഡയറക്ടർ യാതൊരുവിധ മുൻധാരണകളുമില്ലാതെ ആകാശിനെ നിത്യക്ക് പരിചയപ്പെടുത്തിയ ആ നിമിഷം ആ അന്തരീക്ഷം മൊത്തം അങ്ങേയറ്റം സംഘർഷഭരിതമായി മാറി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രൂരമായി ചതിക്കുകയും കടുത്ത വാക്കുകൾ പറഞ്ഞ് അപമാനിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയും ചെയ്ത അതേ വ്യക്തിയാണ് ഇന്ന് തന്റെ കമ്പനിയുടെ പുതിയ ഡയറക്ടർ എന്ന രൂപത്തിൽ തന്റെ മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്നത് എന്ന് നിത്യ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. എങ്കിലും അവളുടെ മുഖത്ത് യാതൊരുവിധ പ്രതികാര ബുദ്ധിയോ കോപമോ ഉണ്ടായിരുന്നില്ല. പകരം തികഞ്ഞ ആത്മവിശ്വാസവും ശാന്തതയും മാത്രമാണ് ആ മുഖത്ത് പ്രകടമായിരുന്നത്. അവിടെ തികച്ചും നിസ്സഹായനായി വായ തുറക്കാൻ പോലും കഴിയാതെ തലകുനിച്ചു നിൽക്കുന്ന ആകാശിനെ ഒന്നുരുത്തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിത്യ വളരെ ശാന്തമായ സ്വരത്തിൽ ആ ഡയറക്ടറോട് സംസാരിച്ചു തുടങ്ങി. താങ്കൾ ഈ പരിചയപ്പെടുത്തിയ പുതിയ ഡയറക്ടറെ എനിക്ക് മുമ്പ് തന്നെ വളരെ നന്നായി അറിയാം സർ. എന്താണ് മിസ്റ്റർ ആകാശ്, ഇപ്പോൾ സുഖമാണല്ലോ അല്ലേ? കുറച്ചു സമയം മുമ്പാണ് ഈ സമ്മിറ്റിന്റെ ഇടവഴികളിൽ വെച്ച് നിങ്ങൾ എന്നോട് വളരെ പുച്ഛത്തോടെ എന്റെ യോഗ്യത എന്താണെന്നും ഈ വേദിയിലേക്ക് കയറി വരാൻ മാത്രം എനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നും ചോദിച്ച് ശകാരിച്ചത്. ഹോൾ വൃത്തിയാക്കാനോ അതല്ലെങ്കിൽ വലിയ ചെറിയ അസിസ്റ്റന്റ് ജോലിക്കോ വന്നതാണോ എന്ന് ചോദിച്ച് നിങ്ങൾ എന്നെ അപമാനിക്കുകയുണ്ടായി. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഏറ്റവും ശക്തമായ ഉത്തരമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ലോകോത്തര വേദിയുടെ ഉച്ചിയിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിത്യയുടെ ആ വാക്കുകൾ ഓരോന്നും ആകാശിന്റെ നെഞ്ചിലേക്ക് ചൂടുള്ള ഈർച്ചവാളുകൾ പോലെയാണ് വന്നു പതിച്ചത്. കടുത്ത അപമാനഭാരവും കുറ്റബോധവും അവനെ പൂർണ്ണമായി പൊതിഞ്ഞു. അവന്റെ തൊണ്ട പൂർണ്ണമായും വരണ്ടുണങ്ങിപ്പോയിരുന്നു. മുമ്പ് താൻ ധരിച്ചുവെച്ച എല്ലാ അഹങ്കാരവും പൊടിമണ്ണടിയുന്നത് പോലെ അവന് തോന്നി. വായ തുറന്ന് ഒരക്ഷരം പോലും പ്രതിരോധമായി പറയാൻ കഴിയാതെ ചുറ്റും നിൽക്കുന്ന പ്രമുഖരായ അതിഥികളുടെ മുന്നിൽ അവൻ പൂർണ്ണമായും നിസ്സഹായനായി വിറങ്ങലിച്ചു നിന്നു. തന്റെ വലിപ്പവും കോർപ്പറേറ്റ് പദവിയുമെല്ലാം ഈ നിമിഷത്തിൽ എത്രമാത്രം തുച്ഛമാണെന്ന് അവൻ ക്രൂരമായി തിരിച്ചറിയുകയായിരുന്നു. ആരും ഒരക്ഷരം മിണ്ടാതെ നിശബ്ദരായി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിത്യ വീണ്ടും തന്റെ കർത്തവ്യം പോലെ വളരെ പക്വതയോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിച്ചു തുടങ്ങി. പണം മാത്രമാണ് ജീവിതത്തിലെ എല്ലാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ആകാശ്. പണം ഇന്ന് വരും, നാളെ വേറെ ഒരു വഴിക്കത് പോകും. എന്നാൽ ഒരാളുടെ യഥാർത്ഥ മൂല്യമെന്നത് അവരുടെ ബാങ്ക് ബാലൻസ് എത്രയെന്നോ അവർ ധരിക്കുന്ന വില കൂടിയ സ്യൂട്ടുകളും റോളക്സ് വാച്ചുകളും നോക്കിയോ അല്ല അളക്കേണ്ടത്. മറിച്ച് അവരുടെ വ്യക്തിത്വവും അധ്വാനവുമാണ്. കഠിനാധ്വാനം സത്യസന്ധതയും കൈമുതലായുണ്ടെങ്കിൽ സ്വന്തം വിയർപ്പൊഴുക്കി ആർക്കും ഈ ലോകത്ത് ഏത് ഉന്നത ശിഖരങ്ങളിലും എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളുടെ ഈ പുതിയ കോർപ്പറേറ്റ് ജീവിതയാത്രയ്ക്കും പുതിയ പദവികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അത്രയും കാര്യങ്ങൾ വളരെ പ്രസന്നമായ മുഖത്തോടെ പറഞ്ഞു തീർത്തുകൊണ്ട് നിത്യ ഒട്ടും വൈകാതെ തന്നെ അവിടെയുണ്ടായിരുന്ന മറ്റ് വ്യവസായ പ്രമുഖരോടും ആ കമ്പനിയുടെ ഡയറക്ടറോടും യാത്രാമൊഴി പറഞ്ഞു. തികഞ്ഞ രാജകീയ പ്രൗഢിയോടും അന്തസ്സോടും കൂടി അവൾ ആ ആഡംബര ഹോളിൽ നിന്നും പതുക്കെ നടന്നു നീങ്ങി. താൻ എക്കാലത്തും പണത്തോടും സ്വാധീനത്തോടും അധികാരത്തോടും ആർത്തിപ്പൂണ്ട് യഥാർത്ഥ സ്നേഹത്തെയും ആത്മാർത്ഥമായ സൗഹൃദത്തെയും ചവിട്ടിമെതിച്ചതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയും ശിക്ഷയുമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് ആകാശ് ആ നിമിഷം മനസ്സിലാക്കി. ഇന്ന് തനിക്ക് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ഡയറക്ടർ എന്ന പേരും പദവിയും ഉണ്ടെങ്കിലും
സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലും താല്പര്യങ്ങളിലും മാത്രം ബന്ധപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന തന്റെ ആ പതർച്ചയും ദയനീയ അവസ്ഥയും ഓർത്ത് അവൻ കടുത്ത മാനസിക തകർച്ചയിലായി. താൻ ചതച്ചരക്കാൻ നോക്കിയ ആ പെൺകുട്ടി സ്വന്തം പ്രയത്നം കൊണ്ട് ലോകത്തിന്റെ നുറുകിൽ ഒരു രാജ്ഞിയെ പോലെ നിലകൊള്ളുമ്പോൾ താൻ മാത്രം പണത്തിനടിമപ്പെട്ട് ഒരു പ്രതിമ പോലെ ആ ഹോളിൽ തകർന്നു പോയിരിക്കുന്നു. അവന്റെ കണ്ണുകളിൽ നിന്നും പശ്ചാത്താപത്തിന്റെ ചുടുനീരുകൾ ഒഴുകിയിറങ്ങാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ആ വലിയ വിജയവും പരാജയവും തമ്മിലുള്ള ദൂരം എന്നേക്കുമായി കടന്നുപോയി കഴിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, കാലമെന്നത് മനുഷ്യരെ മാറ്റിവരക്കുന്ന ഏറ്റവും വലിയ ശില്പിയാണ്. പണത്തിന്റെയും അധികാരത്തിന്റെയും മുമ്പിൽ മറ്റുള്ളവരെ ചവിട്ടിമെതിക്കുന്നവർ ഒരിക്കലും വിജയിക്കില്ലെന്നും ആത്മാർത്ഥമായ കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് ഒരാളെ യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കുന്നതെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആകാശ് പണവും സ്വാധീനവും മാത്രം ലക്ഷ്യമാക്കി തന്റെ പഴയ സൗഹൃദങ്ങളെയും മൂല്യങ്ങളെയും തള്ളിപ്പറഞ്ഞപ്പോൾ നിത്യ ആ അപമാനങ്ങളെല്ലാം തന്റെ വിജയത്തിനുള്ള ഊർജമാക്കി മാറ്റുകയായിരുന്നു. ഒടുവിൽ ജീവിതം അവരെ കൊണ്ടെത്തിച്ചത് കൃത്യമായൊരു തിരിച്ചറിവിലാണ്. കുറുക്കു വഴികളിലൂടെ നേടിയെടുക്കുന്ന അധികാരത്തെക്കാളും പ്രൗഢിയേറിയതാണ് സ്വന്തം വിയർപ്പൊഴുക്കി നേടുന്ന ആത്മാഭിമാനവും വിജയവുമെന്ന്. ചതിച്ചവർ പശ്ചാത്താപത്തിന്റെ നിഴലിൽ തകർന്നു പോകുമ്പോൾ കഷ്ടപ്പെട്ട് ഉയർന്നു വന്നവർ എന്നും ലോകത്തിന്റെ നുറുകയിൽ തല ഉയർത്തി തന്നെ നിൽക്കും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കഥയുമായി വീണ്ടും കാണാം. നന്ദി.